ഭക്ഷണമാക്കണം, ചോറാക്കണം, കറിയാക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്ന് കുളിക്കണം. ഭയങ്കര ക്ഷീണം. പിന്നെ അത് എന്തോ അറിയില്ല, ഭയങ്കര ക്ഷീണമാണ്. എങ്കിലും എന്താ പറയുക, ഭക്ഷണമാക്കാണ്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ഭക്ഷണമാക്കാം അല്ലേ. എന്താ ഇന്നെന്ന് ആക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോറ്, പിന്നെ കൈപ്പക്ക തോരൻ, കൈപ്പക്ക മെഴുക്ക് പുരട്ടി, പിന്നെ ചിക്കൻ പാർട്സ് പോരെ അല്ലേ. ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ മതിയില്ല. ഒരുപാട് ഹെവി ഫുഡ് അടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഹാർഡായ വർക്കൊന്നും ചെയ്യുന്നില്ല. അത് ഷോപ്പിൽ പോയിട്ട് എന്താ പറയുക, ചായ എടുത്തു കൊടുക്കുകയും ചെയ്യാറ്. പിന്നെ പിന്നെ ഫുൾ ടൈം നിൽക്കുക എന്നുള്ളൊരു ഇതില്ലേ, അത് കുറച്ച് ഇരിക്കുമ്പോഴേക്ക് കസ്റ്റമർ വരിക. അതായത് എന്തായാലും കസ്റ്റമർ അങ്ങനെ വരുന്നത് നല്ല തന്നെയാണല്ലേ. കച്ചവടം നടക്കണമെങ്കിൽ കസ്റ്റമർ വരണം. അപ്പം നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പോവാം, ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വരാം അല്ലേ. ഓക്കെ, അങ്ങനെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ്. ആദ്യം തന്നെ ചോറിന് വെള്ളം വെക്കാം. ചോറിന് വെള്ളം വെച്ച് അരിയെടുപ്പ് തരണം. ഞാൻ ചെറിയ ഗ്ലാസ്സിൽ പിന്നെ 2 ഗ്ലാസ് അരി ഇടുക. 2.5 ഗ്ലാസ് അരി ഇടും. ചെറിയ ഗ്ലാസ്സാണ്. അപ്പോൾ പിന്നെ ചിലപ്പോൾ നല്ലോണം അങ്ങ് തിന്നണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടൂലേ അല്ലേ. പിന്നെ നമ്മളിപ്പോൾ ചോറ് വെക്കുന്ന അരിയുടെ കാര്യം പറയുകയാണെങ്കിൽ 8ൻ്റെ പണി കിട്ടിയ ഒരു അരിയായത്. കാരണം ഏട്ടൻ കടയിൽ പോയിട്ട് കേരള പൊന്നി റൈസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. പക്ഷെ അവർ തന്നത് നമുക്ക് സ്റ്റീം റൈസാണ്. അത് ഈ സ്റ്റീം റൈസ് ഇടുന്ന അടുപ്പത്തിട്ട് കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ, അങ്ങോട്ടൊന്ന് തിരിഞ്ഞു പോകുമ്പോഴേക്ക് വെന്ത് കിട്ടും. പിന്നെ ആ സമയത്ത് നോക്കാണ്ട് പറ്റിയിട്ട് പിന്നെ അത് പായസം പോലെയാവും. പിന്നെ കുറച്ച് പിന്നെ എന്താ പറയുക, ഇതില്ലേ ശർക്കരയൊക്കെ ഇട്ടിട്ട് പായസം പോലെ ഇങ്ങോട്ട് എടുത്ത് വാങ്ങാം. അത്രക്കും പിന്നെ വേഗത്തിൽ വേകുന്നൊരു സംഭവമാണ്. അപ്പോൾ അരി കഴുകിയിട്ട് അടുപ്പത്തിടാം. അങ്ങനെ അരി നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ അടുപ്പത്തിട്ട് കൊടുക്കുന്ന, അടുപ്പിലല്ല അടുപ്പത്ത് ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, പിന്നെ ഇനി അത് കഴിഞ്ഞിട്ട് വേണം കറിയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്. ഏട്ടൻ വരുമ്പോഴേക്കും എല്ലാം റെഡി ആവണം, അല്ലെങ്കിൽ ആൾക്ക് കോപം വരും. അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കണം. വീഡിയോ എടുക്കുന്നതുകൊണ്ട് ചിലപ്പോൾ സമയ നഷ്ടമൊക്കെ ആവുമോയെന്നറിയില്ല. എന്നാലും പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ പരമാവധി സ്പീഡിലാണ് എല്ലാം എടുക്കുക. അങ്ങനെ മെല്ലെ പോക്ക് കളിക്കാനാവില്ല. പിന്നെ ഞാൻ ചീഞ്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് പഴയ ചീഞ്ചട്ടിയാണ്. ഏട്ടൻ്റെ കൂട്ടുകാരൊക്കെ ഇല്ല സമയത്ത് വാങ്ങിയത് ചീഞ്ചട്ടിയാണ്. ഞാൻ വാങ്ങിയത് പിന്നെ നല്ല പുതിയതാണ്, വലുതാണ്, ഒരുപാട് വലുതാണ്. അപ്പോൾ പിന്നെ കറിയൊക്കെ കൊണ്ട് തുടങ്ങും. ഓക്കെ, ചീഞ്ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ട് ഇതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. ആവശ്യമായ എണ്ണ. ഈ ചിക്കൻ പാർട്സ് ആക്കുന്നത് കൊണ്ട് തന്നെ അതിലും പിന്നെ കുറച്ചൊരു എണ്ണയുടെ ഒരു ഇതുണ്ടാവും. പിന്നെ ഇതിൻ്റെ ഒരു ഇതുണ്ടാവും. ഓക്കെ, പിന്നെ അതുമല്ലാണ്ട് ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ചിക്കൻ പാർട്സിൽ തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ പിന്നെ ഇനി ഉള്ളി ഇട്ട് കൊടുക്കാം നമുക്ക്. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം ഞാൻ പിന്നെ ഈ ഉള്ളി ഇട്ട് കൊടുക്കുന്നത്. ഞാൻ കറക്റ്റ് ഒരു 3 മീഡിയം സൈസ് 3 ഉള്ളി എടുത്തിട്ടുണ്ട്. 1 കിലോ ചിക്കൻ പാർട്സ് ഉള്ളത്. അപ്പോൾ 3 എണ്ണം വേണ്ടി വരും എന്തായാലും, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞെരടിയിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം വിടർന്ന് ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന എല്ലാവരും വേറിട്ട് വരും. ഓക്കെ, ഉള്ളി അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഓക്കെ, ഉള്ളി പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് അധികമായി കഴിഞ്ഞാൽ അറിയാലോ അല്ലേ നമുക്ക്. പിന്നെ എല്ലാം അമിതമായ അമൃതവും വിഷം എന്നൊക്കെ പറയുന്നത് അതിനേക്കാൾ ഭീകരമാണല്ലോ. ഉപ്പ് അധികമായി കഴിഞ്ഞാൽ നമുക്ക് കൂട്ടാൻ കഴിയില്ല. അപ്പോൾ പിന്നെ കണക്കായിട്ട് ഇട്ട് കൊടുക്കുക. ഇതൊന്നും എന്താ പറയുക, ചിക്കൻ പാർട്സ് ഫ്രൈ ആക്കുന്നതുകൊണ്ട് തന്നെ ഉപ്പ് കൂടുതൽ വേണമെന്നൊരു ടെൻഡൻസി ഒക്കെ വരും. അപ്പോൾ അങ്ങനെ വേണ്ട, ഉപ്പ് കണക്കാക്കിയിട്ടൊക്കെ എടുക്കുക. ബീപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ശ്രദ്ധിക്കണമല്ലോ അല്ലേ. ഉള്ളി ചെറുതായിട്ട് വഴന്നു വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂണിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടോ, പിന്നെ മഞ്ഞൾ നന്നായിട്ട് നല്ല അല്ലേ, ഓർഗാനിക് ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ല ആൻറ്റി ഓക്സിഡൻറ്റുകൾ കൂട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പിന്നെ ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്കൊക്കെ മഞ്ഞൾ നല്ലതാണെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. എന്തായാലും എല്ലാ കറിയിലും ഞാൻ ഏകദേശം മഞ്ഞൾ ഇടാത്ത കറികൾ വിരളമാണ് അല്ലേ, എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ 2 പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് തന്നിട്ട് പിന്നെ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. അധികം എരിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിക്കൻ പാർട്സിലൊക്കെ അങ്ങനെ അധികം എരിവായി കഴിഞ്ഞാൽ നമുക്ക് കൂട്ടാൻ ഒരു മെനി ഉണ്ടാവില്ല. ഓക്കെ, എന്നാലും കുറച്ച് ഒരു മീഡിയം സൈസിലുള്ള
മുളക് പൊടിയൊക്കെ ഇട്ടാൽ മതി. അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും എഴുതുന്നില്ല, എന്നാൽ ചുമ്മാ ഇങ്ങനെ ഉണ്ടാക്കുന്നില്ലല്ലേ. പിന്നെ വേണമെങ്കിൽ എഴുതാം, വേണ്ടെങ്കിൽ വേണ്ട. കാരണം ഞാനിപ്പോൾ എന്തായാലും ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ മുളക് പൊടി. ഓക്കെ, അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇടേണ്ടത് തക്കാളിയാണ്. തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു മീഡിയം സൈസ് ചെറിയ തക്കാളിയാണ്, അതുകൊണ്ട് 2 എടുത്തിട്ടുണ്ടായിരുന്നു. വലിയ തക്കാളിയാണ് ആ ഒരു തക്കാളി കൂടി മതിയോ. പിന്നെ കൂടുതൽ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് കുറയും. ഓക്കെ, അതുകൊണ്ട് കണക്കായിട്ട് ഇട്ട് കൊടുത്താൽ മതിയല്ലേ. ഇതും കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പിന്നെ ഇത് കറി ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നല്ലൊരു ഡാർക്ക് കളറാവും ചിക്കൻ പൾസിൻ്റെ. അത് നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോഴില്ല ഒരു ചേഞ്ച് ആണ്. ഓക്കെ, ഇനി ഇതിലേക്ക് ഞാൻ ധനിയ പൗഡർ, അത് കൊറിയാണ്ടർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ വഴറ്റിയെടുക്കണം. ഇനിയും ഇതിനകത്തേക്ക് ഇൻഗ്രീഡിയൻസ് ഇടണം അത്രേ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് വേണം ബാക്കി ഇടാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലയെന്ന് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഗരം മസാല ഞാൻ വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചതായതുകൊണ്ട് ഇതിൻ്റെ ഹാർഡ് സ്മെല്ലാണ്. അതുപോലെ തന്നെ കുറച്ച് ഇട്ടാൽ തന്നെ നല്ല ഒരു എന്താ പറയുക, നല്ല മണവും രുചിയും ഒക്കെ കിട്ടും. ഓക്കെ, ഇനി ഇതിലേക്ക് ഞാൻ വാങ്ങി വെച്ചിട്ടില്ലേ 1 കിലോ ചിക്കൻ പാർട്സ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് കഴുകി ഉപ്പിട്ടിട്ടൊക്കെ കഴുകി വെച്ചതാണ്. അതിന് വെള്ളം നന്നായിട്ട് വാലാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചട്ടി ചെറുതായി പോയെന്ന് തോന്നുന്നല്ലേ, പിന്നെ വലിയ ചീച്ചട്ടി എടുക്കാമായിരുന്നു. ഇത് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇത് ആക്കി തുടങ്ങുമ്പോഴാണ് മനസ്സിലായത്. പ്രത്യേകിച്ചും ഈ ചിക്കൻ പാർട്സ് ഇട്ടപ്പോഴാണ് എനിക്ക് തോന്നിയത്, അയ്യോ വലിയ ചീഞ്ചട്ടി എടുത്താൽ മതിയായിരുന്നു എന്ന്. ഇതിപ്പോൾ എന്താ പറയുക, കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ടി വരും, പുറത്തേക്ക് പോകാതെ നോക്കേണ്ടി വരും അല്ലേ. അങ്ങനെയൊക്കെ ആവട്ടെ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിപ്പോൾ നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കവർ ചെയ്ത് വെക്കാം. ഒരു പാത്രം കൊണ്ട് തട്ടുകൊണ്ട് നന്നായിട്ട് കവർ ചെയ്തിട്ട് ഇത് തീ കുറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് അടുക്കി പിടിക്കില്ല. അതുകൊണ്ട് തീ കുറച്ച് കൊടുക്കണം. തീ കുറച്ച് കൊടുത്ത് നമുക്ക് വേവാൻ വേണ്ടി വെക്കാം. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് സമയം ഞാൻ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് അടുത്തായി. പിന്നെ ഇതിലെ ഈ ചിക്കൻ പാർട്സിന് വെള്ളം ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാൻ ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല, കണ്ടില്ലേ. ഇതിപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എന്താ പറയുക, നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ സമയത്ത് തന്നെയാണ് നമ്മൾ കുരുമുളക് പൊടി ഇടേണ്ടത്. എത്ര വേണം എന്ന് ചോദിച്ചാൽ അത്രയും ഇട്ട് കൊടുക്കുക. നമ്മൾ എരിവിൻ്റെ ആ ഒരു ആനുപാതികമായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ അധികം കുരുമുളക് പൊടി ആയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നോക്കിക്കൊണ്ടൊക്കെ ചെയ്യാം. വീണ്ടും പഴയ പടി തന്നെ നമുക്ക് ഇതൊന്ന് കവർ ചെയ്ത് വെക്കാം. കുറച്ചും കൂടി വേവാനുണ്ട്, നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ചോറ് ഏകദേശം വേവാനായിട്ടുണ്ട്. പെട്ടെന്ന് നോക്കണം, ഇല്ലെങ്കിൽ ഇത് വെന്ത് ചീഞ്ഞ് പോകും. ചോറ് ശരിക്കും വന്നിട്ടില്ല. ഒരു 2 മിനിറ്റ് കൂടി അങ്ങനെ നിൽക്കട്ടെ അല്ലേ. അതിനിടയിൽ നമ്മളെ പിന്നെ എന്താ പറയുക, ചിക്കൻ പാർട്സ് നോക്കണം, അടുക്കി പിടിക്കാതിരിക്കാൻ നോക്കണം. അടുക്കി പിടിക്കാൻ ചാൻസ് കുറവാണ്. ഇതിൻ്റെ നീരൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്, ഒന്നും പറയാനില്ല. പിന്നെ ഞാൻ എപ്പോഴും പറയാം, ഞാൻ ഫുഡ് നന്നായിട്ട് ഉണ്ടാക്കും. ഫുഡ് നന്നായിട്ട് ഉണ്ടാക്കുക മാത്രമല്ല, ഞാൻ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. ഏട്ടൻ പറയും രാത്രിയിൽ അങ്ങനെ ഫുഡ് എന്താ പറയുക, ഈ ചോറ് നന്നായിട്ട് അങ്ങനെ കഴിക്കില്ല, കുറച്ച് കുറക്കണം എന്നൊക്കെ പറയും. പിന്നെ എപ്പോഴും ചപ്പാത്തി ഉണ്ടാവുക, ഇടയ്ക്കൊന്ന് ഈ ചോറ് വെക്കുക. ചോറ് വെക്കുമ്പോഴേ ഞാൻ നല്ലോണം അങ്ങ് തിന്നു, എത്ര വേണ്ടെന്ന് വെച്ചിട്ട് തിന്നു. നമ്മളെ സ്റ്റീം റൈസ് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് വാർത്തെടുക്കണം. പിന്നെ നന്നായിട്ട് എന്താ പറയുക, ഇങ്ങനെ വേറി കിട്ടുന്ന രീതിയിൽ വാർത്തെടുക്കണം. അപ്പോഴാണ് പിന്നെ എന്താ കഴിക്കാൻ രസമുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ വെന്ത് ഒരു വെള്ളം പിടിഞ്ഞതുപോലെ ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് വാർക്കട്ടെ. പാർട്സ് കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. സാധാരണ ഇത് ഞാൻ ഫ്രൈ ആക്കല്, ഇന്നിപ്പം ചോറിൻ്റെ കൂടെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ കുറച്ചൊരു ചാറ് വെച്ചിട്ട് ഇല്ല കറിയാക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ കൊറിയാണ്ടർ ലീഫും അതുപോലെ തന്നെ മിൻറ്റ് ലീഫും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും നല്ല കോമ്പിനേഷനാണ് ഈ കറിക്ക്. പിന്നെ എന്താ പറയുക, ഈ 2 ലീഫും കറിയിൽ ഉൾപ്പെടുത്തുന്നതും നല്ലത് തന്നെയാണ്, നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ കൂടെ ഞാൻ ഇനി ഉണ്ടാക്കുന്നത് പിന്നെ കൈപ്പക്ക പാവയ്ക്ക മെഴുക്ക് പുരട്ടി. ഓക്കെ, അപ്പോൾ പിന്നെ ഞാനിത് എൻ്റെ സ്റ്റൈലിലല്ല ഉണ്ടാക്കുന്നത്, അമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു ഞാൻ നാട്ടിലേക്ക് പോയപ്പോൾ.
അപ്പോൾ ആ ഒരു സ്റ്റൈലിലാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്, മെഴുക്ക് പുരട്ടി. ഓക്കെ, ഈ കൂട്ടത്തിൽ നമുക്ക് അടുത്തൊരു എന്താ പറയുക, അടുപ്പിൽ പിന്നെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുക. വെറുതെ ഇതിന് സമയം വേസ്റ്റ് ചെയ്യുന്നല്ലേ, ഒരുപാട് സമയമാകും. നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിന് ഏകദേശം ഒരു 11:30 ആവും. ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുമ്പോഴത്തേക്ക് 12 മണിക്ക് അടുത്തു. എപ്പോഴും കിടക്കാൻ വേണ്ടി 12:30 ആ ഒരു ടൈം ആവാറുണ്ട്. കുറച്ച് നേരത്തെ ആക്കി കഴിഞ്ഞാലും പിന്നെ ഏട്ടൻ വരുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാനാവുമല്ലോ, ആ സമയം വരെ എന്തായാലും കാത്തു വെക്കേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ അല്ലെങ്കിൽ ഉച്ചക്കൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കഴിക്കുക. പിന്നെ ഏട്ടൻ വേറെ ഞാൻ വേറെ. ഈ രാത്രിയിലാണ് ഞങ്ങൾ ഒന്നിച്ച് കഴിക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടിയിട്ട് വരട്ടെ. കടുക് നന്നായിട്ട് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കറിയിൽ സ്മെൽ ഒന്നും പറയണ്ട. വാവ്, അത് തിന്ന് കഴിഞ്ഞാലേ പറയാണ്ട് പറ്റും, അത്ര നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയാറ്, ഞാൻ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും, നന്നായിട്ട് ഫുഡ് അടിക്കും. ഓക്കെ, അത് ഞാൻ പറയേണ്ട കാര്യമില്ല, എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണല്ലേ. അപ്പോൾ ഏകദേശം കടുക് പൊട്ടി തീരാനായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഉള്ളി, വലിയ സൈസ് ഒരു ഉള്ളി എടുത്തില്ല, അത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട്, അമ്മേൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അമ്മ ഞങ്ങൾ നാട്ടിൽ പോയാലും ഉണ്ടാക്കി തന്നെ കൈപ്പക്ക മെഴുക്ക് പുരട്ടിയാണ്. അപ്പം അതുപോലെ ഉണ്ടാക്കാനേ നോക്കുന്നത്. അത്രയും ടേസ്റ്റ് ഇല്ലെങ്കിലും അമ്മ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ്. അത് ഞാൻ സാധാരണ കൈപ്പക്ക തിന്നാനില്ല, പക്ഷേ അമ്മ അത് ഉണ്ടാക്കിയിട്ട് ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന്. പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഒക്കെ ഇട്ടിട്ടുണ്ട്. പെട്ടെന്ന് വഴന്ന് വരണായിട്ട് നമുക്ക് വേഗം ഒരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴന്ന് വരും. ഞാൻ പച്ചക്കറി ഷോപ്പിൽ പോയപ്പോൾ പിന്നെ അവിടെ കൈപ്പക്ക കണ്ടിട്ടുണ്ടായിരുന്നു. കൈപ്പക്ക വാങ്ങുമ്പോൾ നല്ലൊരു പിന്നെ കളറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ കളർ ചേഞ്ചൊക്കെ മാറിയിട്ട് മഞ്ഞ കളറ്, കാരണം 2-3 ദിവസമായില്ലേ. പിന്നെ ഇത് ഈ കൈപ്പക്ക, ഇങ്ങനത്തെ കൈപ്പക്ക നമുക്കിവിടെ കിട്ടല് അത്ര വിരളാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ വാങ്ങിയെന്നല്ലോ. ഇവിടെ കിട്ടുന്ന കൈപ്പക്ക ഭയങ്കര പച്ച കളറാണ്, കൂടാതെ അതിഭീകരമായ കയ്പും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് പിന്നെ ഇതിപ്പോൾ കണ്ടപ്പോൾ ഞാനിങ്ങ് വാങ്ങി. പിന്നെ ഇത് 2 വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നിൻ്റെ പകുതിയോളം പോയിട്ടുണ്ടായിരുന്നു, ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളത് എടുത്തിട്ട് ഇപ്പം പിന്നെ ഞാൻ കൈപ്പക്ക തോരനൊക്കെയാണ്. ചിക്കൻ പാർട്സ് കറി ഏകദേശം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇത് ഇപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ടേ കൈപ്പക്ക ഈ അടുപ്പിലേക്ക് മാറ്റാം അല്ലേ. അപ്പുറത്തെ അടുപ്പിൽ നിന്ന് ഉണ്ടാക്കുന്നതിനെക്കാട്ടി എളുപ്പം എനിക്ക് ഇപ്പുറത്തെ അടുപ്പിൽ ഉണ്ടാക്കുന്നത്. പിന്നെ അതുകൊണ്ട് വീഡിയോ എടുക്കുന്ന ഈ ഭാഗത്തുനിന്നല്ലേ, അപ്പോൾ ഈ അടുപ്പിൽ വേവിക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പുറത്തേക്ക് മാറ്റുന്നത്. അപ്പോൾ നമുക്ക് തീയിട്ട് കൊടുത്തു ഫയർ. ഓക്കെ, പിന്നെ ഇനിയിപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് വേണം വേവിക്കാൻ വേണ്ടി. ഇത് അടച്ചു കൊടുത്താൽ മാത്രം പോരാട്ടെ, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ശരിക്കും നന്നായിട്ട് അടുക്കി പിടിക്കും. അപ്പോൾ ഇതൊന്ന് വേവുന്നത് വരെ നമുക്ക് കാത്തുക്കാം അല്ലേ. അങ്ങനെ നമ്മളെ കൈപ്പക്ക മെഴുക്ക് പുരട്ടി ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഒരു 3/4 ഭാഗത്തോളം വെന്ത് വന്നു. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അയ്യോ, പിന്നെ ഐ എം വെരി സോറി, ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല. മഞ്ഞൾപ്പൊടി ആദ്യം ഇടണം, പിന്നെ ഉള്ളി ഇടുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കണം, മറന്നുപോയി. ഓക്കെ, എന്നാലും കുഴപ്പമില്ല, ലാസ്റ്റ് ടൈമിലൊക്കെ ഞാൻ ഓർക്കുന്നുള്ളൂ അല്ലേ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മളെ കൈപ്പക്ക, അതായത് പാവയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി അല്പം ഭക്ഷണം കഴിക്കണം. ഇത് കുറച്ചും കൂടി സമയം നമുക്കൊന്ന് പൊത്തി വെക്കാം, ആ ആവിയിൽ ഒന്നും കൂടി ഒന്ന് സെറ്റായിട്ട് വരട്ടെ. ഓക്കെ, കൈപ്പക്ക, ലേശ് ചോറ്, ചിക്കൻ പാർട്സ്. ഓക്കെ, ഞാനിത് പിന്നെ കൈപ്പക്ക എനിക്ക് പണ്ടേ എനിക്ക് അങ്ങനെ അത്ര ഇഷ്ടമൊന്നുമല്ല, ഇഷ്ടമല്ല, ഞാൻ കഴിക്കാറില്ല കൈപ്പക്ക. പിന്നെ ഇവിടെ ഏട്ടനത്തിന് വന്നതിന് ശേഷം നല്ല കയ്പുണ്ട്. എനിക്ക് തന്നെ കയ്പൊക്കെ അധികം ഇഷ്ടമാണ്. ഏട്ടൻ്റെ കൂടെ വന്നതിന് ശേഷം ഞാൻ കയ്പൊക്കെ തിന്നാൻ തുടങ്ങി. ചിക്കൻ പാർട്സ് സൂപ്പറാണ്. രണ്ടും കൂടി നല്ല കോമ്പിനേഷനാണ്. ഇത് ഞാനിപ്പോൾ പിന്നെ
വെറുതെ എടുത്ത് കഴിച്ചൊന്നുമില്ല, ഒരു ട്രയൽ. ബാക്കി ഏട്ടൻ വന്നിട്ട് വേണം തിന്നത്. ഞാൻ ഇത് കഴിക്കട്ടെ എന്നാൽ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് കൊടുക്കുന്നത് എല്ലാവർക്കും